കൊഗ്നൈസബിൾ ഒഫൻസ് കൂടി ഉണ്ടായിരുന്നുകൊണ്ടാണ് പോലീസ് അവനെ രാത്രി തന്നെ പൊക്കിയത്. ഇപ്പോൾ അറസ്റ്റും രേഖപ്പെടുത്തിയിട്ടുണ്ട്. സാന്ദ്രയുടെ പപ്പ എനിക്ക് നേരത്തെ അറിയാം. ഞങ്ങൾ തമ്മിലൊരു 15 വർഷത്തെങ്കിലും സൗഹൃദമുണ്ട്. അതുകൊണ്ട് പറയാം, പോലീസ് ചാർജ് ഷീറ്റിൽ പറയുന്നത് പോലെ ഉല്ലാസത്തിൻ്റെ ആദ്യ വിവാഹം മറച്ചു വെച്ചിട്ടാണ് സാന്ദ്രയെ വിവാഹം ചെയ്തതെങ്കിൽ നിങ്ങൾ തമ്മിലുള്ള വിവാഹത്തിന് നിയമസാധ്യത ഇല്ല. ഇറ്റ്സ് ഇൻവാലിഡ്. അല്ല, മാരേജ് സർട്ടിഫിക്കറ്റ് ഉണ്ട്. വിവാഹം നടന്നു എന്നുള്ളതിന് വേറെ പ്രൂഫ് വേണ്ടല്ലോ. അയാൾ ഹിന്ദു അല്ലേ? ഹിന്ദു മാരേജ് ആക്ട് പ്രകാരം ഒരാൾക്ക് ഒരു വിവാഹം മാത്രമേ നിയമപരമായിട്ട് സാധിക്കുകയുള്ളൂ. സാന്ദ്രയായിട്ടുള്ള വിവാഹം വാലിഡ് അല്ലാത്ത സ്ഥിതിക്ക് ഇപ്പോൾ അവർ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് റേപ്പ് ഉൾപ്പെടെയുള്ള കുറ്റങ്ങൾക്കാണ്. ഈ റേപ്പ് എന്ന് പറയുമ്പം IPC 376. വക്കീലാണോ? അല്ല, ഞാൻ ഈ ടി വിയിൽ വാർത്ത കണ്ടിട്ട് പഠിച്ചാ. ഓ ഗുഡ്. താങ്ക് യു. ഈ വന്നത് വനിതാ പോലീസാണോ അല്ലയോ എന്ന് ഉറപ്പിക്കാതെ അത് പോലീസ് സ്റ്റേഷനിൽ വിളിച്ചു പറയാനുള്ള ഐഡിയ ആരുടെ ആയിരുന്നു? അത് എൻ്റെ ആയിരുന്നു. പുറത്തിറങ്ങിക്കോ. ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ വിളിച്ചാൽ മതി. പുറത്തിറങ്ങാനാ പറഞ്ഞത്? നമുക്ക് നമ്മുടെ സേഫ്റ്റി നോക്കിയാൽ പോരെ. ഇത്രക്കൊക്കെ വേണോ? മീഡിയക്ക് അറിഞ്ഞ സംഭവം വഷളാവും. പപ്പ മിണ്ടായിരിക്കും. എനിക്ക് ഇവിടുന്ന് പോകേണ്ടി വന്നത് തന്നെ പപ്പ പറഞ്ഞ. ഇനി ഞാൻ നോക്കിക്കോളാം. സാന്ദ്ര, നിങ്ങൾ തമ്മിൽ ഫിസിക്കലായിട്ട് അങ്ങനെയൊന്നും ഇല്ലെങ്കിൽ ഒന്നുകിൽ ഫാമിലി കോർട്ട് ഒരു ഡിവോഴ്സ് പെറ്റീഷൻ, അതല്ലെങ്കിൽ ഉല്ലാസമായിട്ടുള്ള വിവാഹം വാലിഡ് അല്ല എന്നുള്ളതിനൊരു ഡിക്ലറേഷൻ വാങ്ങിയ സാന്ദ്രയ്ക്ക് ഫ്രീ ആവാം. സാന്ദ്രയുടെ ഫ്യൂച്ചറിനും അത് തന്നെയാണ് നല്ലത്. എന്ത് ഫ്യൂച്ചറാണ് അങ്കിൾ? ഹി സ്പോയിൽഡ് എവറിതിങ്. ആൾ അനുഭവിക്കണം. എന്ത് പറ്റിയതാടാ? നീ പേടിക്കണ്ട. പ്രിൻസിനും ആ ട്രാവൽ ഏജന്റിനും ഒക്കെ എല്ലാം അറിയാവുന്നതല്ലേ. എന്നെ രക്ഷിക്കണം. എനിക്കിവിടെ കിടക്കാൻ പേടിയായേക്കും മേഡം. വേറെ ആരുമില്ല. ഇനി ഇവിടെ ഉള്ളവരൊക്കെ നിങ്ങളെ ഒന്ന് പറയണം. അവര് മിനിയുടെ വീട്ടിലേക്ക് പോയി. പത്രത്തിലും ഇന്റർനെറ്റിലും ഒക്കെ വാർത്ത വന്നിട്ടുണ്ട്. സംഗതി ഇച്ചിരി അലമ്പാ. നിനക്ക് ജാമ്യത്തിനുള്ള വഴികൾ നോക്കുന്നുണ്ട്. ഇതെല്ലാം ഞാൻ പ്രതീക്ഷിച്ച. എപ്പോഴാ എങ്ങനെയായെന്ന് മാത്രം അറിഞ്ഞാൽ മതിയായിരുന്നു. ഉല്ലാസിന് വേറെയും വിവാഹങ്ങൾക്ക് യോഗ ഉണ്ടെന്ന് കണ്ടപ്പോൾ നിനക്ക് വല്ലതും സംഭവിച്ചിട്ടാവോ എന്ന് ഓർത്തായിരുന്നു ഞങ്ങളുടെ പേടി. ഇനിയിപ്പോൾ എന്ത് സംഭവിക്കാൻ? എന്നാലും അവനെപ്പോലെ ഒരുത്തിനെ ആലോചിച്ച് നീ ഇങ്ങനൊരു അവിവേകം കാണിക്കണമായിരുന്നു. ഇരിക്കൂട്ടോ. ഓ ആയിക്കോട്ടെ. ചായ ഒന്നും വേണ്ട കേട്ടോ. ഓ, പാട്ടുകാരൻ രണ്ടാമത് കെട്ടി അല്ലേ? നീനി ഇവിടെ ഉണ്ടെന്ന് അറിഞ്ഞിട്ട് വന്നതല്ല കേട്ടോ. ഇതുവഴി പോയപ്പോ ഇതിവിടെ ഇരിക്കട്ടെ. നെല്ലിക്ക ആദ്യം കുറച്ച് കയ്ക്കും. പുരോഗമനവാദി ഇവിടെ ഉണ്ടായിരുന്നോ? കതറിട്ടിട്ട് വല്ല മെച്ചണ്ടോ? നിങ്ങളെ ആരോ തെറ്റിദ്ധരിപ്പിച്ച് വെച്ചിരിക്കുകയാണ്. ഉല്ലാസ് തന്നെയാണ് പറഞ്ഞത്. ഏത് ഉല്ലാസ്? ആരാണ് ഈ സാന്ദ്ര? ഈ സൈസിലുള്ള ഉഡായ്പ പരിപാടികളായിട്ട് വന്ന് എന്റെ സമയം മെനക്കെടുത്തരുത്. സ്ട്രെയിറ്റ് ഫോർവേഡ് ട്രാവൽസ് എന്ന് പറഞ്ഞാൽ ഒരു കള്ളത്തരവും ഇല്ല. ഈ അമേരിക്കയിലുള്ള പ്രിൻസ് ഫോൺ എടുക്കുന്നില്ല. പ്രിൻസ് ഫോൺ എടുക്കുന്നില്ലേ? അല്ല, ഈ പറഞ്ഞ പ്രിൻസ് ആരാ? ഉല്ലാസിന്റെ ഭാര്യയുടെ മുകളിൽ അടുത്തെങ്കിലും നിങ്ങളൊന്ന് പറഞ്ഞു. നിങ്ങളടുത്ത് പറഞ്ഞാൽ മനസ്സിലാവില്ലേ? ഇവിടെ എന്റെ ഭാര്യയുടെ പ്രശ്നം തന്നെ തീർക്കാൻ പറ്റുന്നില്ല. അപ്പോഴാണ് ഏതോ ഒരു ഉല്ലാസിന്റെ കാര്യം. പോയ